Good morning everyone. Welcome to Adda247 Malayalam channel. അതുപോലെ welcome to Bankers Adda247 Malayalam channel. നമ്മുടെ റെഗുലർ എഡിറ്റോറിയൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഡിറ്റോറിയൽ ഡിസ്കഷൻ ആൻഡ് വൊക്കാബുലറി അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ കോട്ട്. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. നമ്മുടെ എല്ലാ ദിവസവും ലെറ്ററയുടെ സെഷനാണ്. അപ്പോൾ നമ്മുടെ കോട്ട് ഇതാണ്: ഇറ്റ്സ് യുവർ റിയാക്ഷൻ ടു അഡ്വേഴ്സിറ്റി, നോട്ട് അഡ്വേഴ്സിറ്റി ഇറ്റ്സെൽഫ് ദാറ്റ് ഡിറ്റർമിൻസ് ഹൗ യുവർ ലൈഫ് സ്റ്റോറി വിൽ ഡെവലപ്പ്. നമ്മുടെ ലൈഫിൽ അഡ്വേഴ്സിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ബട്ട് ഹൗ യു റിയാക്ട് ടുവേർഡ്സ് ഇറ്റ്, അതാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടൊരു കാര്യം. നമ്മുടെ റിയാക്ഷൻ മാറ്റേഴ്സ് അലോട്ട്. പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്താൽ അതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റിയാൽ ഇറ്റ്സ് ഓക്കെ, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യാറ്. സോ ഓൾവേസ് റിമെമ്പർ റിയാക്ഷൻ മാറ്റേഴ്സ്. അപ്പോൾ അതാണ് ഇന്നത്തെ കോട്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കിത് ചിന്തിക്കാം. ആൻഡ് മൂവിങ് ടു നമ്മുടെ സെഷൻ. നമ്മുടെ സെഷൻ ഇങ്ങനെയാണ്. നമ്മൾ റെസ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഉണ്ടാവും എല്ലാ ദിവസവും. അത് ഇന്ന് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ അതിനുശേഷം ഇന്നത്തെ ഹോംവർക്ക് തരും. അതിനുശേഷം നമ്മുടെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ആർട്ടിക്കിൾ രണ്ടെണ്ണം ഉണ്ട്. അതിലൊരു ആർട്ടിക്കിളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. ആൻഡ് ആ ആർട്ടിക്കിളിൽ ടോൺ ഓഫ് ദി ആർട്ടിക്കിൾ, വൊക്കാബുലറി എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമ്മൾ നോട്ട് ചെയ്ത് പോകും. അതുപോലെ ദെൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ എഡിറ്റോറിയൽ വൊക്കാബുലറി, ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, എന്നിട്ട് സിനണിംസ്, ആനണിംസ് എക്സെട്ര നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്, വെൽക്കം. ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ നമ്മുടെ എറസ്പോർട്ടിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആർട്ടിക്കിൾ പറയണം അല്ലേ? ഏതൊക്കെ ആർട്ടിക്കിളാണ്? രണ്ട് ആർട്ടിക്കിളുണ്ട്. ഒന്ന് നമ്മുടെ ഇലക്ഷൻ ഇൻ പോളണ്ടിലെ ഇലക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട്, പോളണ്ടിനെ പറ്റി പറയരുത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളില്ല. അപ്പോൾ പോളണ്ടിൻ്റെ അവസ്ഥ ആൻഡ് പോളണ്ടിലെ ഇലക്ഷൻ വരുമ്പോൾ ഉള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. നമ്മൾ റഷ്യ ഉക്രൈൻ വാറിൻ്റെ സമയത്ത് ഉക്രൈനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പോളണ്ടായിരുന്നു. പല കുട്ടികളുടെയും പഠനമൊക്കെ അവിടെ ഉക്രൈനിലെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ തരുന്ന സമയത്തൊക്കെ അവിടുത്തെ കുട്ടികളെ ട്രാൻസ്ഫറിൽ ചെയ്ത് പോളണ്ടിലാണ് പഠനമൊക്കെ പൂർത്തിയാക്കിയതൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതെല്ലാം പൊളിറ്റിക്കൽ ആൻഡ് കാര്യങ്ങൾ, ടൈസിനെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിളാണ് ഉള്ളത്. ബട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് അതിലും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഭൂട്ടാൻ ആൻഡ് ചൈന ടൈസിനെ പറ്റിയും അതിൽ ഇന്ത്യയുടെ കൺസേണിനെ പറ്റി. ഇന്ത്യയും ചൈന തമ്മിൽ ചെറിയൊരു എപ്പോഴും വാക്തർക്കങ്ങളുള്ള ഒരു രാജ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇന്ത്യയായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരാണ് ഭൂട്ടാനുമായിട്ട് ചൈന ഒരു റിലേഷൻഷിപ്പിലോട്ട് ഒരു ടൈസുമായിട്ട് വരുമ്പോൾ, ബോർഡറുമായിട്ട് ടൈസുമായിട്ട് വരുന്ന സമയത്ത് ഇന്ത്യ എത്രമാത്രം അത് അഫക്റ്റ് ചെയ്യും, അപ്പോൾ ഇന്ത്യ എത്രമാത്രം കൺസേൺഡ് ആണ് എന്നൊക്കെയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ്സ് അവർ ആർട്ടിക്കിൾ ഫോർ ടുഡേ. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ എറസ്പോർട്ടിംഗ്. അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദി ഗവൺമെന്റ് ഷുഡ് ഡെസിസ്റ്റ് ഫ്രം പൊളിറ്റിസൈസ്ഡ് ബ്യൂറോക്രസി. ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എനിക്കൊന്ന് പെട്ടെന്ന് തരണേ. ആൻസർ തരാത്തവരൊക്കെ പെട്ടെന്നൊന്ന് ഉഷാറായിട്ട് ആൻസർ തന്നെ വേഗം. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് ഗിവ് മി യുവർ ആൻസേഴ്സ്. എന്താണ് ആൻസർ ഒന്ന് പെട്ടെന്ന് പറയൂ. ഓക്കെ, കുറേ പേര് ആൻസർ വന്നിട്ടുണ്ട്. തരാത്തവരൊന്ന് വേഗം പറഞ്ഞാൽ. ഇന്നലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ, എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. യെസ് പ്രഗീൽ, അതാണ് നമ്മുടെ ആൻസർ. ഫ്രം എന്ന് പറഞ്ഞൊരു പ്രൊപ്പോസിഷൻ വന്നിട്ടുണ്ട്. പ്രൊപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ? പ്രൊപ്പോസിഷന് ശേഷം എപ്പോഴും വരേണ്ടത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? ഒന്നെങ്കിൽ നൗൺ വരാം, അല്ലെ പ്രൊനൗൺ വരാം. ഇനി വേർബ് ആണെങ്കിലോ അതിന്റെ ജെറൻഡ് ഫോർമുലേഷൻ വരും. വേർബ് V1 വരാൻ പറ്റില്ല. അപ്പൊ ഫ്രം പൊളിറ്റിസൈസ് അല്ല, ഫ്രം പൊളിറ്റിസൈസിങ് എന്നുള്ളത് വരണം. he was desisted from going abroad എന്ന് പറഞ്ഞു. ഡെസിസ്റ്റ് തടയുക, സ്റ്റോപ്പ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അല്ലേ? അപ്പൊ അതിന്റെ കൂടെ ഫ്രം ഫിക്സഡ് പ്രൊപ്പോസിഷനാണ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്നാൽ അതിനുശേഷം ഏത് പ്രൊപ്പോസിഷൻ, ഇന്ന പ്രൊപ്പോസിഷൻ ഒന്നും ഇല്ല കേട്ടോ, ഏത് പ്രൊപ്പോസിഷന് ശേഷവും ഒബ്ജക്റ്റ് നൗണോ പ്രൊനൗണോ, ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ് വരേണ്ടത്, നൗൺ അല്ലെങ്കിൽ ജെറൻഡ് ആണ്. ജെറൻഡ് ഫോർമുലേഷന് വരാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ടു ഇൻഫിനിറ്റീവും വരാൻ പാടില്ല, വെർബിന്റെ V1 വരാൻ പാടില്ല, ഒരു യൂസേജും വരാൻ പാടില്ല. അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു എറസ്പോർട്ടിംഗ് ആണ് കേട്ടോ. എല്ലാ എക്സാമിനും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ന് 26-ാം തീയതി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ദർ ഇസ് എ കൺസെൻസസ് ഇൻ സോഷ്യൽ ഇഷ്യൂസ് വിത്തിൻ മിസ്റ്റർ ടസ് coalition, but members have different views on economic and
climate policies. ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടൊരു എറർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എറർ ഉണ്ട്. അപ്പം എറർ നോക്കുക, എന്നിട്ട് ആൻസർ എങ്കിൽ കോമന്റ് സെക്ഷൻ തരാം. സോ നമുക്ക് ആർട്ടിക്കിളോട്ട് നേരെ പോവാം. സോ വാർമിംഗ് ടൈസ്. ഇന്ത്യ എത്രമാത്രം കൺസേൺ ആണ് ഭൂട്ടാനും ചൈനയും തമ്മിലുള്ള ടൈസ് എന്നുള്ളതിനെ പറ്റിയാണ് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓവർ ടു ദി ആർട്ടിക്കിൾ വാർമിംഗ് ടൈസ്. India must understand Bhutan's reasoning in Thimphu's talk with China. This week's visit of Bhutan Foreign Minister Dandi Dorji to China was unprecedented on several levels. Bhutan and China do not maintain diplomatic relations. വളരെ unusual ആയിട്ടുള്ളത്. അൺപ്രസിഡന്റഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമുക്ക് വേറെ ഒന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ലാത്തതാണ് ഒരു ഇതിനെയാണ് പറയുന്നത്. അപ്പം ഈ ഒരു വീക്കിൽ ഭൂട്ടാനിലെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള താൻഡി ഡോജി എന്ന് പറയുന്ന വ്യക്തി ചൈന വിസിറ്റ് ചെയ്യാൻ പോയി. അത് വളരെ എന്താ പറയുക, അൺപ്രസിഡന്റഡ് ആയിരുന്നു. അൺപ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അൺഈക്വൽഡ്, വേറൊരു കാര്യമായിട്ട് അതിനെ നമുക്ക് ഈക്വൽ ചെയ്യാൻ പറ്റില്ല. അൺഈക്വൽഡ് ആയിട്ടുള്ള ഒരു പല ലെവൽസിൽ നമുക്ക് അതിനെ അൺഈക്വൽ ആയിട്ട് വേറെ ഒന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇൻകമ്പാരബിൾ വിത്ത് എനിത്തിങ് എന്നാ പറയുന്നത്. ഭൂട്ടാനും ചൈനയും ശരിക്കും പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചൈനയും ഭൂട്ടാനും തമ്മിലൊരു ഇതിന് പോയപ്പോൾ ഇന്ത്യ ആകെപ്പാടെ കൺസേൺ ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഹിസ് വിസിറ്റ് ഇസ് ഫസ്റ്റ് എവർ ബൈ എ ഭൂട്ടാനിസ് ഫോറിൻ മിനിസ്റ്റർ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഭൂട്ടാനിസ് ഫോറിൻ മിനിസ്റ്റർ ചൈന വിസിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത്. Moreover, the main purpose was the holding of boundary talks that have not taken place in more than 7 years. More than 7 years, 7 കൂടുതൽ വർഷങ്ങളായി ബൗണ്ടറി ടോക്സ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ് അല്ലേ. അപ്പോൾ അതിനായിരുന്നു മെയിൻ പേർപ്പസ് ഇവിടെ. അപ്പോൾ ഒരു കാര്യം, ഭൂട്ടാൻ ഫോറിൻ മിനിസ്റ്റർ ഇതുവരെ ഒരു ഭൂട്ടാൻ ഫോറിൻ മിനിസ്റ്ററും ചൈന വിസിറ്റ് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായി പറഞ്ഞുകൊണ്ട്. അതുപോലെ ഇവരുടെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞ വേറൊരു കാര്യം എടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ബൗണ്ടറി ടോക്സ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി കൂടിയായിരുന്നു അല്ലേ. ഇത് കുറേ നാളായിട്ട് നടക്കാത്തൊരു വിഷയമാണ്, 7 വർഷമായിട്ട് നടക്കാത്ത വിഷയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയാണ്. ദ ടോക്സ് അപ്പിയർ ടു yield substantive progress. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എടുത്ത് പറയത്തക്ക, സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള, കൺസിഡറബിൾ ആയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോഗ്രസ് yield ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഈൽഡ് ചെയ്യുന്ന 2 അർത്ഥം ഉണ്ടല്ലേ. നമ്മൾ പറയില്ലേ, ഈൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വികസിപ്പിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തോടെ ഉണ്ട്. അതുകൂടാതെ ഈൽഡ് ചെയ്യുക, സറണ്ടർ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. ഇവിടെ പ്രൊഡ്യൂസ് നടത്തുകയാണ് കേട്ടോ. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോഗ്രസ് ഈ ഒരു ടോക്സ് വഴി കൊണ്ടുവന്നിട്ടു. അക്കോർഡിംഗ് ടു എ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ബോത്ത് കൺട്രീസ് ഹാവിംഗ് ഓൾസോ സൈൻഡ് അപ്പോൾ 2 കൺട്രീസ് തമ്മിൽ സംസാരിച്ചപ്പോൾ ശേഷം രണ്ടുപേരും തമ്മിൽ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ എത്താൻ പറ്റി. ആൻഡ് ദേ ഓൾസോ സൈൻഡ് എ കോപ്പറേഷൻ അഗ്രിമെന്റ് ഔട്ട്ലൈനിങ് ദ ഫംഗ്ഷൻ ഓഫ് എ ന്യൂ ജോയിന്റ് ടെക്നിക്കൽ ടീം ഫോർ ഡീലിമിറ്റേഷൻ ആൻഡ് ഡിമാർക്കേഷൻ ഓഫ് ദ ബൗണ്ടറി. അപ്പോൾ ബൗണ്ടറി ഇഷ്യൂ ആണ് മെയിൻ എപ്പോഴും ഇവർ തമ്മിൽ വരിക, നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ വരിക അല്ലേ. അതിൽ ഡീലിമിറ്റേഷൻ, നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യുക. ഇന്ന ആളുടെ റോൾ ലിമിറ്റ് ചെയ്യുക. നമ്മൾ പറയില്ലേ, ഓരോ ഓർഗൻസ് തമ്മിലുള്ളതിൽ ലിമിറ്റ് ചെയ്യുന്ന പോലെ മറ്റ് കൺട്രീസ് തമ്മിലുള്ള ബൗണ്ടറി ഇഷ്യൂസിൽ എപ്പോഴും ഒരു ഡീലിമിറ്റേഷൻ, ഒരു ഡിമാർക്കേഷൻ വേണ്ട, ഒരു സെപ്പറേഷൻ. ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്, ഇവിടെ നീ കയറി ഇടപെടണ്ട, ഇവിടെ കൊണ്ട് നിൻ്റെ ഇത് അവസാനിക്കും. അപ്പോൾ ബൗണ്ടറി ഡീലിമിറ്റേഷൻ, ഡിമാർക്കേഷനും ഒക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഫങ്ഷണൽ ടീമിനെ, ടെക്നിക്കൽ ടീമിനെ അറേഞ്ച് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടുണ്ട് ഒരു കോപ്പറേഷൻ അഗ്രിമെന്റ് ഇവർ സൈൻ ചെയ്തു. അപ്പോൾ 2 കൺട്രീസ് തമ്മിൽ ഒരു കോപ്പറേഷൻ അഗ്രിമെന്റ് സൈൻ ചെയ്തു. അതിൽ ഔട്ട്ലൈൻ ചെയ്ത് പറയുന്ന കാര്യത്താണ് ഒരു പുതിയൊരു ടെക്നിക്കൽ ടീം, ജോയിന്റ് ടെക്നിക്കൽ ടീമിനെ ഇവർ ഫങ്ഷനിങ്ങിന് വേണ്ടി കൊണ്ടുവരികയാണ് ഫോർ ദ ഡീലിമിറ്റേഷൻ ആൻഡ് ഡിമാർക്കേഷൻ ഓഫ് ദ ബൗണ്ടറി. അപ്പോൾ ചൈനയും ഭൂട്ടാനും നമ്മൾ എല്ലാ ബൗണ്ടറി ഇഷ്യൂസിനെ ഒരു പരിധിവരെ സെറ്റാണ്. In the talks with Dr. Dorji, the Chinese Foreign Minister Wang Shi called for both sides to soon establish diplomatic relations and to conclude their boundary negotiations. അപ്പം ഡോജിയും അതുപോലത്തെ അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള വാങ് ഷിയും കൂടെ തമ്മിൽ സംസാരിച്ചപ്പം അവർ പറഞ്ഞു ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്ലോമാറ്റിക് റിലേഷൻസിനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ബൗണ്ടറി നെഗോസിയേഷൻ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്തേക്കാം എന്ന് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. It's true that India, given its special relation with Bhutan, has been very wary about the possibility of establishment of diplomatic relations and the signing of a boundary agreement. ഉറപ്പായിട്ടും ചൈന ഭൂട്ടാനുമായിട്ട്, അതായത് നമ്മൾ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ഭൂട്ടാനുമായിട്ട് ചൈന ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ക്വൈറ്റ് നാച്ചുറലി നമുക്ക് തോന്നാവുന്ന ഒരു ടെൻഷൻ അല്ലെ, വളരെ എന്താ പറയാ, ഇച്ചിരി ഒരു കോഷ്യസ് ആയി ഇന്ത്യ, ഇച്ചിരി എന്നല്ല വെരി കോഷ്യസ് ആയി, നല്ല രീതിയിൽ കോഷ്യസ് ആയി. കാരണം വേറെ ആകാന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ, WARY വേറെയാണ്,
വേറെ കൂടെ ഉണ്ട് കേട്ടോ. WE ഇന്നലെ അങ്ങാണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഇന്നലെ എൻ്റെ ടെലിഗ്രാം ചാനലിട്ടൊരു ഇതാണ് വേറെ എന്ന വാക്കിൻ്റെ ഇത് എന്താ പറയുക സിനോണിം ടയേർഡ് എന്നാണ് അർത്ഥം. ടയേർഡ് വേറെ എന്ന വാക്കിനർത്ഥം ടയേർഡ്. അപ്പം ഈ വേറെ കോഷ്യസ് ആണ്, കെയർഫുൾ കോഷ്യസ് എന്നൊക്കെ അർത്ഥമുണ്ട്. രണ്ടും ഒരേ പ്രൊനൗൺസിയേഷനുള്ള ഹോമോഫോൺസ് ആണ്. ഹോമോഫോൺസ് വേറെ രണ്ടും വേറെ എന്ന് തന്നെ പറയാം. ഓക്കെ, സോ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇന്ത്യ ഇച്ചിരി കോഷ്യസ് ആയി. കാര്യം ഇങ്ങനൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വരുന്നു, ബൗണ്ടറി അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു, എന്താണോ നടക്കുന്നത് അന്നൊരു അവസ്ഥയിലോട്ട് ഇന്ത്യ വന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബട്ട് ബോത്ത് ദോസ് ഔട്ട്കംസ് ഇൻക്രീസിംഗ്ലി അപ്പിയർ ഇന്നെവിറ്റബിൾ. പക്ഷെ അത് രണ്ടും ഇന്നെവിറ്റബിൾ ആണ് അല്ലേ, ഉറപ്പായിട്ട് ഹാപ്പൻ ചെയ്യുന്ന കാര്യം. ഇറ്റ് ഇസ് ഇന്നെവിറ്റബിൾ, ഇറ്റ് ഇസ് അൺഅവോയ്ഡബിൾ. നടക്കാതിരിക്കാൻ ഒരു ചാൻസ് ഇല്ല, ഉറപ്പായിട്ട് നടക്കും. എങ്ങനെയാണല്ലോ നടക്കും, ഇന്നല്ലേ നാളെ നടക്കും. ഇറ്റ്സ് അൺഅവോയ്ഡബിൾ. നമുക്ക് എന്ത് ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു ബൗണ്ടറി അഗ്രിമെന്റ് എന്തായാലും ചൈനയും ഭൂട്ടാനും തമ്മിൽ എന്താണ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന അത്രയും കാലഘട്ടത്തിൽ ബൗണ്ടറി അഗ്രിമെന്റ് കൊണ്ടുവരികയും ചെയ്യും. അവർ തമ്മിൽ എന്തായാലും ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് കൊണ്ടുവരികയും ചെയ്യും. അതാണല്ലോ അത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. അവിടെ നമുക്ക് തടയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എന്താ ഷുവർ ടു ഹാപ്പൻ, ഇറ്റ് സർട്ടൻ ടു ഹാപ്പൻ, അൺഅവോയ്ഡബിൾ ആണ്. എന്തായാലും നടക്കും, ഇന്നലെ നാളെ നടക്കും. ഓൺലി ദിസ് മന്ത് the Bhutanese Prime Minister in an interview with this paper said, Hindu newspaper ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ Bhutanese Prime Minister പറഞ്ഞു that two countries were inching towards the completion of a three-step roadmap on boundary delineation and demarcation. He asserted that no agreement with China would in any way go against India's interest. അവർ പറഞ്ഞിരുന്നു. അപ്പം ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ഭൂട്ടാനീസ് പ്രൈം മിനിസ്റ്റർ ഇതേ ഭൂട്ടാനീസ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിന്ദു ന്യൂസ്പേപ്പറായിട്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് രാജ്യങ്ങളും ചൈനയും ഭൂട്ടാനും തമ്മിൽ ഒരു 3-step അഗ്രിമെന്റ് റോഡ് മാപ്പിലോട്ട് പോവാണ്. അതൊന്ന് കംപ്ലീഷനിലോട്ട് ബൗണ്ടറി ഡിലിനേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബൗണ്ടറി ഡിമാർക്കേഷൻ, കറക്റ്റ് സെപ്പറേഷൻ, ബൗണ്ടറി ഇന്ന ബൗണ്ടറിയാണ് നിങ്ങളുടെ എന്നുള്ളൊരു അത് കറക്റ്റ് സെപ്പറേറ്റ് ഡിവിഷനിലോട്ട് എത്തിക്കാനും അതുപോലെ തന്നെ ഡിലിനേഷന് വേണ്ടിയിട്ടും ഉള്ള ഒരു 3-step റോഡ് മാപ്പിലോട്ട് പോകാനുള്ളൊരു ഓൺ ദ വേ ആണ്, അത് നടക്കാൻ വേണ്ടി പോവാണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ അവരൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യയായിട്ട് നല്ല ഒരു ബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു എഡ്ജ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നതിനാണ് ഡിലിനേഷൻ എന്ന് പറയുന്നത്. ഡിമാർക്കേഷൻ ഡിലിനേഷന് മൊറോവർ സെയിം മീനിങ് ആണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയുള്ള എന്തൊരു എഗ്രിമെന്റ് സൈൻ ചെയ്താലും ചൈന ആയിട്ട് നമ്മൾ സൈൻ ചെയ്തെന്ന് വിചാരിച്ച് ഇന്ത്യയുടെ ഇൻട്രസ്റ്റിനെ ഒരു രീതിയിലും ഇത് ബാധിക്കില്ല, ഇന്ത്യനെ ഒരു രീതിയിലും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്യില്ല എന്ന് ഭൂട്ടാനീസ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ്, അതായത് അത്ര നല്ല റിലേഷൻഷിപ്പിലാണ് ഭൂട്ടാൻ ആൻഡ് ഇന്ത്യ പോകുന്നത്. അതാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ ടെൻഷൻ, എൻ്റെ അമ്മ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളത്. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്, ഗിവൻ ഭൂട്ടാൻസ് യുണീക് ഡിപ്പെൻഡൻസ് ഓൺ ഇന്ത്യ. Bhutan is so much dependent on India. ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. There is little doubt that it will have taken New Delhi on board in its efforts to normalize relations with China, in return guaranteeing India's security interests and red lines. എന്തായാലും ഒരുപാട് ഡിപ്പെൻഡൻ്റ് ഭൂട്ടാൻ എന്ന് പറയുന്നത് ശരിക്കും നല്ല രീതിയിൽ ഡിപ്പെൻഡൻ്റ് ആണ് ഇന്ത്യയുമായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ദർ ഇസ് നോ ഡൗട്ട്, പ്രത്യേകിച്ച് ദർ ഇസ് ലിറ്റിൽ ഡൗട്ട് എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട്, പ്രത്യേകിച്ച് ഒരു ഡൗട്ടും ഇല്ല ദാറ്റ് ന്യൂഡൽഹി കൂടെ കൂട്ടും. എന്ത് കാര്യത്തിന് പോയാലും ന്യൂഡൽഹിയുടെ ഓൺ ബോർഡ് കൂടെ കൂട്ടും. കാരണം എന്ത് ചൈനയായിട്ടുള്ള റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്യുന്ന സമയത്തും ന്യൂഡൽഹി വിട്ടൊരു കളി നടക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇൻ റിട്ടേൺ ഇന്ത്യയായിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി ഇൻട്രസ്റ്റും റെഡ് ലൈൻസും ഒക്കെ സെറ്റായിട്ട് ഭൂട്ടാൻ കീപ്പ് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയമില്ല, യാതൊരു സംശയവും നമുക്കില്ല എന്നാണ് പറയുന്നത്. One such red line will involve keeping China away from southern Docklands ridges that overlook India's Siliguri corridor, even as Beijing and Thimphu consider a swap between territories in the valleys of the north, where Bhutan is coming under intense Chinese pressure, and on the Dockland Plateau in the west. ശരിക്കും ഇന്ത്യക്ക് അതാണ് വേണ്ടത്. കാരണം വെച്ചാൽ ഇങ്ങനെയൊരു ചൈനയായിട്ട് ഇതിൽ വരുമ്പോൾ ചൈനയെ ഒരു പരിധി വരെ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്താൻ ഭൂട്ടാനെ കൊണ്ട് സാധിക്കും. ഈ റെഡ് ലൈനിൽ കീപ്പ് ചെയ്ത് ചൈനയെ അവേ ചെയ്യാനുള്ള അല്ലേ, ഈ ഒരു റെഡ് ലൈൻ കീപ്പ് ചെയ്ത് ചൈനയെ ഇന്ത്യയിൽ നിന്ന് മാറ്റി നിർത്താൻ, ഇന്ത്യയുടെ സൈഡുമായിട്ട് മാറ്റി നിർത്താൻ ഭൂട്ടാന് സാധിക്കും എന്നുള്ളൊരു വിശ്വാസവും നമുക്കുണ്ട്. കാര്യം ഇപ്പോൾ ഡോക്ലം ബ്രിഡ്ജസിൽ നിന്ന് ഇന്ത്യയുടെ സിലിഗുരി കോറിഡോർസോട് ചേർന്ന് നിൽക്കുന്ന ഡോക്ലം ബ്രിഡ്ജസിൽ നിന്ന് കുറച്ചൊന്ന് ചൈനയെ മാറ്റി നിർത്താം. കാര്യം വെച്ചാൽ ബെയ്ജിങ്ങും ടിംഫും ഒരു സ്വാപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഷെയറിംഗ് ആണല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത് ടെറിട്ടറീസിനെ. അപ്പോൾ എസ്പെഷ്യലി ഇൻ ദ വാലീസ് ഓഫ് നോർത്ത്, ഇപ്പോൾ ബെയ്ജിങ്ങും ടിംഫുവിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭൂട്ടാനെ സംബന്ധിച്ചിടത്തോളം ചൈന നല്ല പ്രഷറുണ്ട്, ചൈനയുടെ ഇൻറ്റൻസ് പ്രഷർ ഭൂട്ടാനും ഉണ്ട്. എന്നാൽ പോലും അതും ഡോക്ലം പ്ലേറ്റോയുടെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ
കുറച്ചൊക്കെ ചൈനയെ മാറ്റി നിർത്താൻ, ഇന്ത്യയുടെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ ഭൂട്ടാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് നമ്മൾ. A second line will likely involve Thimphu going slow on normalizing ties and opening itself up to a permanent Chinese diplomatic presence. അപ്പോൾ ചൈനയുമായിട്ടൊരു ഡിപ്ലോമാറ്റിക് പ്രസൻസിലായിരിക്കും ടിംഫു പോകാൻ പോകുന്നത് എന്നുള്ളൊരു ഇതിലോട്ട് വരുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, വൈൽ കണ്ടിന്യൂ വിത്ത് ബോർഡർ ടോക്സ്, നമ്മൾ ബോർഡർ ടോക്സ് കണ്ടിന്യൂ ചെയ്യുന്നു, ചൈനയും ഭൂട്ടാനും തമ്മിലുള്ള ബോർഡർ ടോക്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പോലും ടിംഫു ചൈനയുടെ ഒരു ഡിപ്ലോമാറ്റിക് പെർമനന്റ് പ്രസൻസ് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള അതിനുവേണ്ടി ഓപ്പണിംഗ് ആവുകയാണ് എന്നൊരു അവസ്ഥയിലോട്ടാണ് വരുന്നത് ഭൂട്ടാൻ്റെ അവസ്ഥ. The question now facing New Delhi is, ഇപ്പോൾ ന്യൂഡൽഹിയുടെ ഒരു ചോദ്യം is that how best to protect its interests, എത്രമാത്രം നമുക്ക് ഇതിനെ അതിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. One lesson from the crisis that was thrust upon Thimphu in 2017 during the India-China Doklam standoff is that India's interests are better served by taking Bhutan on board and aligning strategies rather than by expecting acquiescence from a sovereign nation that will understandably pursue its own. ഒരു കാര്യം നമുക്ക് ഉറപ്പ് പറയാം, കാര്യം വെച്ചാൽ 2017 കാലഘട്ടത്തിൽ ടിംഫുവിന് നമ്മളിപ്പോൾ ട്രസ്റ്റ് അപ്പോൺ ചെയ്യുന്ന ഒരാളെ ഫോഴ്സ് ചെയ്യുക എന്നാണ് അർത്ഥം. ഫോഴ്സ് ചെയ്യാണ്. തിംഫുവിൽ ഒരു ക്രൈസിസ് ഫോഴ്സ് ചെയ്യപ്പെട്ടു. തിംഫുവിൽ ഒരു വളരെ 2017 ഒരു ക്രൈസിസ് ഫോഴ്സ് ചെയ്യപ്പെട്ടു. ആ സമയത്ത് ഇന്ത്യ ചൈന ഡോക്ടം സ്റ്റാൻഡ് ഓഫ് ആയിരുന്നു. ഒരു ക്രൈസിസ് ഇമ്പാസിൽ കിടക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് ആയിരുന്നു സെർവ് ചെയ്യപ്പെട്ടത്, അല്ലേ? ആ സമയത്ത് അങ്ങനൊരു സമയത്ത് ഇങ്ങനൊരു ഇത് വരുമ്പോൾ ഇന്ത്യയുടെ ഇതാണ് സെർവ് ചെയ്യപ്പെടുക. ഭൂട്ടാനെ പോലെ ഒരു രാജ്യത്തോട് കൂടെ നമ്മൾ നിൽക്കുമ്പോൾ, കാര്യം അവരുമായിട്ടൊരു സ്ട്രാറ്റജി അലൈൻ ചെയ്താൽ ഉറപ്പായിട്ടും പരസ്പരം ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ കൺട്രീസ് കൂടെ നിൽക്കുകയും ഓൺ ബോർഡ് നിൽക്കുകയും നമ്മുടെ ഇൻട്രസ്റ്റിനെ കുറച്ചുകൂടി ബെറ്റർ സെർവ് ചെയ്യാനും ഈ ഒരു കൺട്രീന് പറ്റും. അല്ലാതെ നമ്മൾ റാദർ ദാൻ എക്സ്പെക്റ്റിംഗ് അക്യൂസിയൻസ്, നമ്മളൊരു മറ്റൊരു സോവറൻ നേഷൻ്റെ അടുത്ത് പോയിട്ട് ആ സോവറൻ നേഷൻ്റെ കൺസെൻറ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും അവരുടെ തന്നെ കാര്യം നോക്കി പോവുള്ളൂ. അല്ലാതെ പരസ്പര ബന്ധമുള്ളവരാകുമ്പോൾ ഉറപ്പായിട്ടും ഒരു കുഴി നമ്മൾ വീഴുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. A border deal that addresses Bhutanese concerns in the north while preserving India's red lines in the west will not necessarily undermine New Delhi's interest. നമ്മുടെ ഇൻട്രസ്റ്റ്, ന്യൂഡൽഹിയുടെ ഇൻട്രസ്റ്റിനെ ഒരിക്കലും അണ്ടർമൈൻ ചെയ്യുക, സബോട്ടാഷ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ചെയ്യുക, നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ആര് ചെയ്യില്ല? ഭൂട്ടാൻ ചെയ്യില്ല. കാരണം ഭൂട്ടാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂട്ടാനുമായിട്ട് കണക്ഷനിൽ വന്നിട്ട് ഇന്ത്യയുടെ റെഡ് ലൈൻസ് പ്രിസർവ് ചെയ്യുന്നതിന്, വെസ്റ്റിലുള്ള റെഡ് ലൈൻസ് പ്രിസർവ് ചെയ്യാൻ ഭൂട്ടാനുമായിട്ടൊരു ടൈപ്പിൽ വരുന്നത് ന്യൂഡൽഹിൻ്റെ ഇൻട്രസ്റ്റിന് പറ്റിയൊരു കാര്യമാണ്. റാദർ ദാൻ അലാം, ഒരുപാട് ടെൻഷൻ അടിക്കാതെ ഇന്ത്യ മസ്റ്റ് അപ്രോച്ച് ദ ബൗണ്ടറി നെഗോസിയേഷൻസ് വിത്ത് എ ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ജാഗ്രതയാണ് ഉണ്ടല്ലേ, കുറച്ചുകൂടെ നമ്മൾ പറയില്ലേ, ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, അതിന് പകരം നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. യു ഹാവ് ടു ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ്, ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് വേണ്ടത്. ഭൂട്ടാൻ്റെ റീസണിങ്ങിനോട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ച് അതിനെ അലാം ആയിട്ട് അലേർട്ട് ഭയങ്കര അലാം മീൻസ് അൻസൈറ്റിയുടെ കാര്യം അവിടെ ഇല്ല. ആൻഡ് വിത്ത് കോൺഫിഡൻസ് ദറ്റ് ഇന്ത്യാസ് ലോങ് ട്രസ്റ്റഡ് നെയ്ബർ, ഇന്ത്യയുടെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ലോങ് ട്രസ്റ്റഡ് നെയ്ബറാണ് ഭൂട്ടാൻ, വിൽ ടേക്ക് ബോത്ത് ഇന്ത്യാസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഓൺ ഇൻ ടു കൺസിഡറേഷൻ ബിഫോർ എനി ഫൈനൽ അഗ്രിമെൻറ്റ്. ഏതൊരു ഫൈനൽ അഗ്രിമെൻറ്റ് നടത്തുന്നതിന് മുമ്പ് ഭൂട്ടാൻ എന്തായാലും ഇന്ത്യയുടെ ഇൻട്രസ്റ്റ്, കാരണം ലോങ് ട്രസ്റ്റഡ് നെയ്ബറാണ്, അപ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യയുടെ ഇൻട്രസ്റ്റിനെയും മാനിക്കും. എന്നിട്ട് അവരുടെ ഇൻട്രസ്റ്റിനെയും കൂടെ മുഖവരക്കെടുത്ത് ടേക്ക് സംതിങ് ഇൻ ടു അക്കൗണ്ട്, അവരുടെ കാര്യം കൂടെ കൺസിഡർ ചെയ്തിട്ട്, രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ട് അവരൊരു അഗ്രിമെൻറ്റിൽ വരുള്ളൂ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുക എന്നുള്ളതാണ്. ഇന്ത്യ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വരുത്തുക എന്നുള്ളതാണ് ഇവിടെ. കൺസേൺഡ് ആവേണ്ട കാര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്, ബോർഡർ ഇഷ്യൂവിനെ പറ്റിയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് അവർ ആർട്ടിക്കിൾ. മനസ്സിലായെന്ന് വിചാരിക്കുകയാണേ. യെസ്, ഗുഡ് മോർണിംഗ് അഗൈൻ. താമസം വന്നവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. മനസ്സിലായെങ്കിൽ ഒരു തംസ് ഇട്ട് പിള്ളേരെ. അതുപോലെ തന്നെ നമുക്ക് നേരെ നമ്മുടെ വേർഡ്സിലോട്ട് പോകട്ടോ. ലെറ്റ്സ് മൂവ് ടു അവർ ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ് ആൻഡ് വൺ വേർഡ്. ഇന്നുകൊണ്ട് നമുക്ക് കുറച്ചധികം ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ് ആൻഡ് വൺ വേർഡ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വൺ വേർഡ്. ആദ്യം ഡീലിനേഷൻ. ഡീലിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ട് ഓഫ് ഡിസ്ക്രൈബിങ് അല്ലെങ്കിൽ മാർക്കിംഗ് ദ എഡ്ജ് അല്ലെങ്കിൽ ബൗണ്ടറി. നമ്മളൊരു എന്തിൻ്റെ ഒരു കാര്യത്തിൻ്റെ ഓഫ് എനിത്തിങ്, എന്തൊരു കാര്യത്തിൻ്റെ എഡ്ജ് അല്ലെ ബൗണ്ടറി മാർക്ക് ചെയ്യുക, ബോർഡർ മാർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് ഡിസ്ക്രൈബ് ചെയ്ത് ഇതാട്ടോ ഞങ്ങളുടെ ബോർഡർ, ഇതിൽ കയറി നിങ്ങൾ ഇടപെടരുത് എന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്തിടുന്നതിനാണ് ഡീലിനേഷൻ എന്ന് പറയുക. ബോർഡർ അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് അത് മാർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക,
ഒരു കാര്യത്തിന്റെ എഡ്ജ്, ഇതാണ് പരിധി. ദിസ് ഇസ് ദ ലിമിറ്റ് കേട്ടോ, ദിസ് ഇസ് ദ ബോർഡർ, ദിസ് ഇസ് ദ ബൗണ്ടറി, ദിസ് ഇസ് ദ ലിമിറ്റ്, ഇവിടെ കയറി ഇത് കൂടുതൽ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് അവിടെ കൃത്യമായിട്ടൊരു വര വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡീലിനേഷൻ എന്ന് പറയും കേട്ടോ. ഡീലിനേഷൻ ഇസ് എൻ ആക്ട് ഓഫ് ഡിസ്ക്രൈബിങ് അല്ലെങ്കിൽ മാർക്കിംഗ് ദ എഡ്ജ് ഓഫ് സംതിങ്, അല്ലെങ്കിൽ ബൗണ്ടറി ഓഫ് സംതിങ്, ബോർഡർ ഓഫ് സംതിങ്, ലിമിറ്റ് ഓഫ് സംതിങ്, അതിനാണ് ഡീലിനേഷൻ എന്ന് പറയും. ഓക്കെ, അടുത്ത് നോക്കണേ, ഇന്നെവിറ്റബിൾ. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നെവിറ്റബിൾ ആണെന്ന് പറഞ്ഞാൽ ഡെത്ത് ഇസ് ഇന്നെവിറ്റബിൾ. ഞാൻ എപ്പോഴും പറഞ്ഞ സെന്റൻസാണ്, ഡെത്ത് ഇസ് ഇന്നെവിറ്റബിൾ. മരണം അനിവാര്യമാണ്. അനിവാര്യം എന്നാണ് ഇന്നെവിറ്റബിളിന്റെ അർത്ഥം. ഉറപ്പായിട്ട് നടക്കും, ഷുവർ ടു ഹാപ്പൻ, ഉറപ്പായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ് നമ്മളെന്ന് പറയാം ഇന്നെവിറ്റബിൾ എന്ന വാക്കുകൊണ്ട് പറയാം. അപ്പൊ ഇന്നെവിറ്റബിൾ ആണ്, എനിത്തിങ് ഇസ് ഇന്നെവിറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് എനിത്തിങ് സംതിങ് ഇസ് ഇന്നെവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് certain to happen, ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് അൺഅവോയ്ഡബിൾ. നമുക്കൊരു കാരണവശാലും അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു സാധനത്തിനാണ് നമ്മൾ എന്ത് പറയാ, ഇന്നെവിറ്റബിൾ എന്ന് പറയാം. ഓർത്ത് വെച്ചോണേ, ഇന്നെവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ ആണ്. ഓർത്ത് വെച്ചോണം, അൺഅവോയ്ഡബിൾ. പഠിച്ചിട്ടുണ്ട്, വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്, ഓർത്ത് വെക്കുക. അടുത്താണ് ത്രസ്റ്റ് അപ്പോൺ. ഞാൻ കുറച്ച് മുമ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോഴുള്ളൂ ത്രസ്റ്റ് അപ്പോൺ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞല്ലേ. ത്രസ്റ്റ് അപ്പോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഫോഴ്സ് സംബഡി ടു ഹാവ് സംതിങ്, അല്ലെങ്കിൽ ഫോഴ്സ് സംബഡി ടു ആക്സെപ്റ്റ് തിങ്. നീ ഇത് ചെയ്തേ പറ്റൂ, ഒപ്പിടറാ, നിർബന്ധിച്ച ഒരാളെ കൊണ്ട് നമ്മൾ ഒപ്പിടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിർബന്ധിച്ച ഒരാളെ കൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതിന് നമുക്ക് എന്താ പറയുക, ത്രസ്റ്റ് അപ്പോൺ. ത്രസ്റ്റ് അപ്പോൺ വരാം, ത്രസ്റ്റ് ഓണും വരാം കേട്ടോ. രണ്ടും പ്രൊപ്പോസിഷൻ കറക്റ്റ്. അപ്പോൺ വന്നാലും ഓൺ വന്നാലും കറക്റ്റ്. ത്രസ്റ്റ് ഓൺ സംബഡി ഓർ ത്രസ്റ്റ് ഓൺ അപ്പോൺ സംബഡി, രണ്ടും കറക്റ്റ് കേട്ടോ, ഓർ സംതിങ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യാണ് നമ്മൾ ഒരാളെ, അതിനാണ് ത്രസ്റ്റ് അപ്പോൺ അല്ലെങ്കിൽ ത്രസ്റ്റ് ഓൺ എന്ന് പറയാം കേട്ടോ, ഓർത്ത് വെച്ചോ. അടുത്തത് ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്, ഇൻ ദ ഓഫിംഗ്. ഇൻ ദ ഓഫിംഗ് എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് ഇൻ ദ ഓഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ അഗ്രിമെന്റ് ഈസ് ഇൻ ദ ഓഫിംഗ്, അല്ലെങ്കിൽ ദ കമൻസ്മെന്റ് ഓഫ് ദി പ്രോഗ്രാം ഈസ് ഇൻ ദ ഓഫിംഗ് എന്ന് പറഞ്ഞാൽ ഉടനെ സ്റ്റാർട്ടിങ്, ലൈക്ലി ടു ഹാപ്പൻ സൂൺ, ഉടനെ തന്നെ സംഭവം നടക്കും. ഇറ്റ് ഈസ് ലൈക്ലി ടു ഹാപ്പൻ സൂൺ, ഉറപ്പായിട്ടും ഉടനെ നടക്കാൻ ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി കൂടുതൽ, പെട്ടെന്ന് തന്നെ നടത്താനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതിനാണ് ഇൻ ദ ഓഫിംഗ് എന്ന് പറയാം. നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇൻ ദ ഓഫിംഗ്, കുറേ ആയി എനിക്കൊന്നും മോർ ദാൻ 4-5 months ആയി നമ്മൾ ഇൻ ദ ഓഫിംഗ് ഡിസ്കസ് ചെയ്തിട്ട്. അപ്പോൾ ഇൻ ദ ഓഫിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ലൈക്ലി ടു ഹാപ്പൻ സൂൺ, ഉടനെ തന്നെ നടക്കാൻ വളരെയധികം ചാൻസ് കൂടുതലുള്ള ഒരു കാര്യമാണെങ്കിൽ ഇൻ ദ ഓഫിംഗ് എന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ. സംതിങ് ഇസ് ഇൻ ദ ഓഫിംഗ്, ദ വെഡിങ് ഇസ് ഇൻ ദ ഓഫിംഗ് എന്ന് പറഞ്ഞാൽ കല്യാണം ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ എന്ന്. ദാറ്റ്സ് ഇറ്റ്, വെഡിങ് ഇസ് ഇൻ ദ ഓഫിംഗ്. മനസ്സിലായി? എന്തൊരു പ്രോഗ്രാം ഇസ് ഇൻ ദ ഓഫിംഗ് എന്ന് പറഞ്ഞാൽ ഉടനെ ഉണ്ടാവും എന്നാണ് അർത്ഥം. അടുത്താണ് ഒലിഗാർക്കി. ഒലിഗാർക്ക് എന്ന് മൊണാർക്ക്. ആർക്ക് എന്ന വാക്കിനർത്ഥം റൂൾ, ഗവൺമെന്റ് എന്നാണ്. ആർക്ക് എന്ന വാക്കിനർത്ഥം ഇറ്റ്സ് ഗ്രീക്ക് വേർഡാണ്, ഗ്രീക്ക് റൂട്ട് വേർഡാണ് ആർക്ക് എന്ന വാക്ക്. അപ്പോൾ മൊണാർക്ക് റൂളാണ്. അതേപോലെ തന്നെ എന്താണ് പെട്രിയാർക്ക്, നമ്മൾ പറയില്ലേ പെട്രിയാർക്കി, ഒലിഗാർക്കി, മൊണാർക്കി, മെട്രിയാർക്കി എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണ്. അപ്പോൾ ഒലിഗാർക്ക് ഈ വാക്കിന്റെ റൂൾ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. റൂൾ അല്ലെ ഗവൺമെന്റ് അല്ലെ, റൂൾ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്നാണ് ആർക്ക് എന്ന വാക്കിന്റെ അർത്ഥം. ഇതാണ് ഞാൻ പറഞ്ഞു ഗ്രീക്ക് റൂട്ട് വേർഡ് ആണേ. അപ്പോൾ ഒലിഗാർക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് ആൾക്കാർ കൂടി ചേർന്നൊരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിനെ നമുക്ക് വിളിക്കാം ഒലിഗാർക്കി എന്ന് പറയാം. അതിനാണ് ഗവൺമെന്റ് ബൈ ദ ഫ്യൂ, ഗവൺമെന്റ് ബൈ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതിനെ വളരെ ബൈ ദ ഫ്യൂ, വളരെ കുറച്ച് ആൾക്കാരാണ്, ബൈ ദ ഫ്യൂ, അത്ര ആൾക്കാർ മാത്രമുള്ള ഒരു ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്ക് എന്ത് പറയാം, എത്ര ഉണ്ടോ അത്രയും, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അത്രയും ആൾക്കാർ, ബട്ട് ദേ ആർ സിഗ്നിഫിക്കൻറ്റ്. അതാണ് പോസിറ്റീവ് സെൻസിൽ ദ ഫ്യൂ പറയാം നമ്മൾ. അപ്പം ദ ഫ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വെച്ചാലും പോസിറ്റീവ് സെൻസ് ആണ്, കുറച്ചേ ഉള്ളൂ, പക്ഷെ അത്ര ആൾക്കാരുള്ളവർ ഉണ്ട്, അങ്ങനെ. അതിനാണ് ഒലിഗാർക്കി എന്ന് പറയാം, ഗവൺമെന്റ് ബൈ ദ ഫ്യൂ. അതാണ്. അപ്പം ആരാണോ ഡിസിഷൻ മേക്കിംഗ് ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന അത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ആ ഒരു ഗവൺമെന്റ്, ആ റൂളിൽ നമ്മൾ പറയുന്ന പേരാണ് ഒലിഗാർക്കി. ഓർത്ത് വെച്ചോണേ, അറിയാൻ തോന്നും, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉള്ളതാണ് ഒലിഗാർക്കി എന്ന വാക്ക്. Okay, so sentences. Yes, China always ignores the delineation by India. Yes, success and failure, അതാണ് ഇപ്പോൾ ഇൻഡിക്കേറ്റർ പേടി. ഭൂട്ടാനുമായിട്ട് ചൈന ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ പണി പാളുവോ എന്നുള്ളത്. സക്സസ് ആൻഡ് ഫെയിലിയർ ആർ ടു ഇന്നവിറ്റബിൾ ഫിനോമിനൻ. ടു ഇന്നവിറ്റബിൾ ഫിനോമിനൻ വരില്ലല്ലോ. ടു എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂറലായില്ല നന്ദീഷ, അതിനോട് ഫിനോമിന എന്ന സിംഗുലർ കൊടുക്കുന്നത്. ഫിനോമിനൻ ലാറ്റിൻ നൗൺ ആണ്, അതിന്റെ പ്ലൂറലാണ് ഫിനോമിന. അപ്പോൾ കൊടുക്കണം ടു ഇന്നവിറ്റബിൾ ഫിനോമിന ഇൻ ലൈഫ് എന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ മറക്കല്ലേ നന്ദീഷ, ഫിനോമിനൻ സിംഗുലർ ആണ്, പ്ലൂറൽ ഫിനോമിന ആണ്, ഫിനോമിന കൊടുക്കുക. ടു ഇന്നോവേറ്റബിൾ ഫിനോമിന ഇൻ ലൈഫ്. ഓക്കെ, ദ മാനേജർ മെയ്ഡ് എൻ ഡിലിനേഷൻ ആൻഡ് ഡിലിനേഷൻ അവസാനിലെ ആൻഡ് ഡിലിനേഷൻ അല്ല, a delineation. The manager made a delineation between the employees in the company. കേട്ടോ, made a delineation. Delineation d സൗണ്ട് അല്ലേ, കോൺസണന്റ് സൗണ്ട് അല്ലേ, അപ്പൊ എ കൊടുക്കണം. ആൻ അവിടെ വരരുത് കേട്ടോ. I thrust upon my sister to help me to do
വർക്ക്സ് ഇൻ ദ ഹൗസ്. വർക്ക്സ് അല്ല പാർവതി, വർക്ക് കേട്ടോ. പണി, ജോലി എന്ന് പറയുന്ന അർത്ഥത്തിൽ ഒരിക്കലും നമ്മൾ പ്ലൂറൽ സെൻസ് പറയില്ല, വർക്ക് എന്നേ പറയുള്ളൂ, ജോലി കേട്ടോ. ഐ ത്രസ്റ്റ് upon മൈ സിസ്റ്റർ, കാര്യം എനിക്ക് മനസ്സിലായി, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറുണ്ടെന്നുള്ളത്. ഐ ത്രസ്റ്റ് upon മൈ സിസ്റ്റർ ടു ഹെൽപ്പ് മീ ടു ഡു വർക്ക് ഇൻ ദ ഹൗസ് എന്നോട് കേട്ടോ. ഓക്കെ, യെസ്. ദ കോളേജ് ഓപ്പണിംഗ് ഈസ് ഇൻ ദ offering. That's great. The guide thrust upon the students to finish the project at the earliest. അതിലുണ്ടല്ലോ ഗൈഡ് ത്രസ്റ്റ് അല്ലല്ലോടാ സൺലേ, നോക്കിയേ ഇവിടെ ഇത് തെറ്റി കേട്ടോ, നമ്മുടെ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് കോൺകോഡ് തെറ്റി. ഗൈഡ് സിംഗുലർ ആണ്, അപ്പൊ വെർബ് സിംഗുലർ വേണ്ട കൊടുക്കാൻ. ദ ഗൈഡ് ത്രസ് സിംഗുലർ കൊടുക്കാം, ഓർ പാസ്റ്റൻസിലാണെങ്കിൽ ത്രസ്റ്റഡ് കൊടുക്കാം. ത്രസ്റ്റഡ് അല്ലെങ്കിൽ ത്രസ് എന്ന സിംഗുലർ കൊടുക്കാം കേട്ടോ. People thrust upon the laws implemented by the government. Yes. അപ്പോൾ delineation മറക്കണ്ട, inevitable മറക്കണ്ട, thrust upon in the offing oligarchy. അതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കേട്ടോ. അപ്പോൾ മനസ്സിലായെങ്കിൽ thumbs up ഇടാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട പിള്ളേരെ, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് എല്ലാവരിലോട്ട് എത്തട്ടെ. നെക്സ്റ്റ് സെറ്റ്, ഫോൾ ഷോർട്ട്. ഫോൾ ഷോർട്ട് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം തികഞ്ഞില്ല, തികഞ്ഞില്ല അല്ലെ. ഫെയിൽ ടു മീറ്റ് എൻ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാതെ പോവുക, ദാറ്റ് ഈസ് ഫോൾ ഷോർട്ട് ഓഫ് സംതിങ്. ഫെയിൽ ടു മീറ്റ് എൻ എക്സ്പെക്ടേഷൻ അല്ലെ ഫെയിൽ ടു മീറ്റ് എ സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ പറ്റാതെ പോവുക, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാതെ പോയതിനാണ് ഫോൾ ഷോർട്ട് ഓഫ് സംതിങ് എന്ന് നമ്മൾ പറയാം. ഫോൾ ഷോർട്ട് ഓർത്ത് വെച്ചോളാം, ഇഡിയമാണ് ഫോൾ ഷോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഇഡിയം വളരെ ഇൻഫോർമൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഐ എം ഗോയിങ് ടു റൈറ്റ് ദ റോങ്. റൈറ്റ് എ റോങ്, റൈറ്റ് വെർബായിട്ട് ഉപയോഗിക്കട്ടോ, അല്ല റൈറ്റ്, അതാണ് RIGHT, റൈറ്റ് അഡ്ജക്റ്റീവാണ്, അഡ്വേർബാണ്, അതുപോലെ തന്നെ നൗണുമാണ്. ഈ സംഗതിൻ്റെ ഒരു പ്രത്യേകത അതാണ്, വെർബുമാണ്. സോ റൈറ്റ് എ റോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ മേക്ക് ഫോർ എൻ എറർ, തെറ്റ് തിരുത്തുക, അതിനാണ് റൈറ്റ് റോങ് എന്ന് പറയാം. അതേ മീനിങ് മേക്ക് അമെൻമെന്റ്സ്, മേക്ക് അമെൻമെന്റ്സ് അല്ല, മേക്ക് അമെൻസ്. മേക്ക് അമെൻസ് എന്ന് പറഞ്ഞാലും റൈറ്റ് റോങ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആണ്. ഞാനത് വീണ്ടും എടുത്ത് എഴുതിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, രണ്ടും എക്സാമിൽ ചോദിക്കാറുള്ള ഇഡിയംസ് ആണ്. മേക്ക് അമെൻസ് ചോദിക്കാറുണ്ട്, റൈറ്റ് റോങ് ചോദിക്കാറുണ്ട്. റൈറ്റ് റോങ് ഇൻഫോർമൽ ആണ്, പ്യോർലി ഇൻഫോർമൽ ആണ്. മേക്ക് അമെൻസ് ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതല്ല, അല്ലാതെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സോ ഫ്രേസ് ആണ്. സോ ഇഡിയംസ് ആണ് രണ്ടും. റൈറ്റ് റോങ് എന്ന് പറഞ്ഞാലും കറക്റ്റ് അല്ലെങ്കിൽ മേക്ക് ഫോർ എൻ എറർ, നമ്മൾ ചെയ്തൊരു തെറ്റിനെ തിരുത്തുക, ദാറ്റ് ഈസ് റൈറ്റ് റോങ്. അതേ മീനിങ് വാക്ക് ദ ടോക്ക് ആൻഡ് ടോക്ക് ദ വാക്ക് പോലെ, അതേപോലെ സെയിം സാധനം പറയുന്ന അതേ ലിറ്ററൽ മീനിങ്ങിലോട്ട് വരുന്ന സാധനം. അതേപോലെ തന്നെ മേക്ക് അമെൻസ് എന്ന് പറഞ്ഞാൽ സെയിം സാധനമാണ്. കോമ്പൻസേറ്റ് ഫോർ എ റോങ് ഡൂയിങ്, നമ്മൾ എന്തോ തെറ്റ്, എന്തോ ഒരു കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ട്, അതിന് കോമ്പൻസേറ്റ് ചെയ്യാം, അതിന് നമ്മൾ എന്ത് ചെയ്യുക, അതിനൊന്ന് മേക്കപ്പ് ചെയ്യുക, അതിന് മേക്കപ്പ് ഫോർ ദാറ്റ്, ആ ഒരു ഇതിന് മേക്കപ്പ് ഫോർ റോങ് ഡൂയിങ് അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ഫോർ റോങ് ഡൂയിങ്. നമ്മൾ ചെയ്തൊരു തെറ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്, കോമ്പൻസേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്താ പറയുക, മേക്ക് അമെൻസ് എന്ന് പറയാം. ദാറ്റ്സ് ഓൾ. തെറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായി, അത് തിരുത്തുന്നു, അതിനുവേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്യാം. ഇനി ബാക്കി എന്ത്, ലെറ്റ്സ് ഡു ദ ഫോളോ അപ്പ്, അതാണ് മേക്ക് അമെൻസ്. റൈറ്റ് റോങ്ങും സെയിം ആണേ, മറക്കണ്ട. അടുത്താണ് റോൾ ബാക്ക് ചെയ്യുക. റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് റിവേഴ്സ് പ്രോസസ്. റോൾ ബാക്ക് നമ്മൾ റോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ പറയുമല്ലോ, ചുരുട്ടി കൂട്ടി ഇങ്ങോട്ട് പോവാണ് അല്ലേ. അപ്പോൾ പ്രോഗ്രസ്സിനെ റിവേഴ്സ് ചെയ്യുന്നതിന് റോൾ ബാക്ക് എന്ന് പറയാം. ഒന്ന് വേറെ ഒരിടത്തും കൂടെ ഉണ്ട്, റെഡ്യൂസ് ദ പവർ ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇൻഫ്ലുവൻസ് കുറയ്ക്കുകയാണ്, അതിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കുകയാണ്, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. റെഡ്യൂസ് ദ പവർ ഓഫ് സംതിങ്, ഇൻഫ്ലുവൻസ് ഓഫ് സംതിങ്, അതിന് റോൾ ബാക്ക് ചെയ്യാന്ന് പറയും. സോ റോൾ ബാക്കിന് രണ്ടർത്ഥം, ഒന്ന് റെഡ്യൂസ് ദ പവർ ഓഫ് സംതിങ് ഓർ ഇൻഫ്ലുവൻസ് ഓഫ് സംതിങ്, രണ്ടാമത് റിവേഴ്സ് പ്രോഗ്രസ് മുന്നോട്ട് വന്ന് കുറച്ച് നല്ല പ്രോഗ്രസ് കണ്ടായിരുന്നു, അല്ലെ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു, ആ ഡെവലപ്മെന്റിനെ റിവേഴ്സ് ചെയ്യാണ്, ബാക്ക്വേർഡ് കൊണ്ടുപോകണം, അതിനാണെന്ന് പറയാം റോൾ ബാക്ക് എന്ന് പറയാം. അപ്പോൾ രണ്ടർത്ഥമുണ്ട് റോൾ ബാക്കിന്, രണ്ട് ഓർത്ത് വെച്ചോളെ. ലെറ്റ് മീ സീ. Delineation of pleasure time is inevitable part while we are preparing for any competitive examination. Yes, that's an important part. Exams are inevitable at the end of each semester. Yes, Varvadi, yes it is. The increase in production has fall short. ഹാസ് കഴിഞ്ഞിട്ട് ഫോൾ അല്ല കൊടുക്കണേ പാർവതി, ഹാസ് നമ്മുടെ ഓക്സിലറി വെർബ് അല്ലേ, അപ്പോൾ അതിനോട് V3 കൊടുക്കണം, ഹാസ് ഫോളൻ ഷോർട്ട് കൊടുക്കുക. ഹാസ് ഫോളൻ ഷോർട്ട് ആസ് കമ്പയർ ടു ദി പ്രീവിയസ് മന്ത് കൊടുക്കണേ. ദ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഹാസ് ഫോളൻ ഷോർട്ട് ആസ് കമ്പയർ ടു ദി പ്രീവിയസ് മന്ത് എന്ന് കൊടുക്കുക. It is too late for you to write this wrong. That's great. Election is in the offing. Great. Most of the time I fall short. The victory അല്ല, അവിടെ ഓഫ് കൊടുക്കണം ഷൈനി. നമ്മൾ ഓഫ് ഫിക്സഡ് പ്രൊപ്പോസിഷൻ, ഫോൾ ഷോർട്ട് ഓഫ് സംതിങ് ആണ്, അവിടെ ഓഫ് കൊടുക്കണം കേട്ടോ, എന്നിട്ടേ കൊടുക്കാവുള്ളൂ ദ വിക്ടറി. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഫോൾ ഷോർട്ട് ഓഫ് ദ വിക്ടറി എന്ന് കൊടുക്കാം. ഓക്കെ. ചൈന റോൾസ് ബാക്ക് ഫ്രം സപ്പോർട്ടിങ് ഹമാസ്. യെസ്. Rintu ma'am thrust upon us to right or wrong. Oh yes I do. All right. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. മനസ്സിലായെങ്കിൽ യു നോ വാട്ട് ടു ഡു. തംസ് അപ്പ് ഇടാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാം, ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഈസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ
കാര്യങ്ങളോട് കിടക്കാം. അപ്പോൾ നമ്മുടെ SSC CGLന്റെ രണ്ടാമത്തെ ബാച്ച് നമ്മൾ നോർമലി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറേ പേര് നമ്മളോട് ചോദിച്ചായിരുന്നു എന്നാണ് ക്യാലണ്ടർ വരുന്നത്. നവംബർ ഡിസംബറിനുള്ളിൽ ഉറപ്പായിട്ടും SSCയുടെ ക്യാലണ്ടർ വരും. അപ്പോൾ അതിനുവേണ്ടി പഠിക്കുക. 2024 ഈ നമുക്ക് എക്സാമിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലോങ് ടേം ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ച് 30-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മൾ 2200 രൂപയ്ക്കുള്ളൊരു കോഴ്സ് അവൈലബിൾ ആണ്. 2200-300 രൂപയ്ക്കുള്ളൊരു കോഴ്സ് അവൈലബിൾ ആണ്. ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, നമ്മുടെ കോഡ് മറക്കണ്ട, Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ IBSA MTS ഇന്റലിജൻസ് ബ്യൂറോയുടെ SA സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലോട്ടും MTS പോസ്റ്റിലോട്ടും വിളിച്ചിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് 31-ാം തീയതി നമ്മൾ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ATC എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റിലോട്ടുള്ളത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നേരത്തെ നോട്ടിഫിക്കേഷൻ തന്നത് വേറെ ഒന്നുമല്ല, പഠിച്ചു തുടങ്ങിക്കോ 2 മാസത്തിൽ എക്സാം ഉണ്ടോ എന്നുള്ളൊരു നേരത്തെ ഉള്ളൊരു അനൗൺസ്മെന്റ് ആണ് കേട്ടോ. പ്രയർ അനൗൺസ്മെന്റ് ആണ് ശരിക്കും. ഇത് ഓർത്ത് വെച്ചു, 2 മാസത്തിലുള്ള എക്സാം കറക്റ്റായിട്ട് വരും. കാരണം നമ്മൾ കറക്റ്റ് കണ്ടു, AI ജൂനിയർ എക്സിക്യൂട്ടീവ് കോമൺ കാറ്റർ എക്സാം നടന്നിരുന്നു. ഇത് ജൂനിയർ എക്സിക്യൂട്ടീവ് ATC ആണ്, എയർ ട്രാഫിക് കൺട്രോളാണ്. ഇതും 2 മാസത്തിനുള്ളിൽ കഴിയും. 6 മാസത്തിനുള്ളിൽ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ പോസ്റ്റിംഗിൽ കയറും എന്നുള്ളത് ഓർത്ത് വെച്ചോളാം. അതുകൊണ്ട് തന്നെ 1-ാം തീയതിയാണ് നമുക്ക് അപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പോകും, അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 30-ാം തീയതി 30-ാം തീയതി വരെ ഉണ്ട്. നവംബർ 30 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. 2-ാം തീയതി നവംബർ 2 നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ പ്രത്യേക ലൈവ് ക്ലാസ്സുകളാണ്. അതിനുശേഷം അതിൻ്റെ കൂടെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. ഇൻട്രാക്റ്റീവ് സെഷൻസ് ആണ് നമുക്കറിയാം. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക, ക്ലാസ്സുകളിൽ കയറുക. ഓൾറെഡി നിങ്ങൾ മെഗാ പാക്കിലുള്ളവരാണ് ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, അത് മറക്കണ്ട. അല്ലാതെ നിങ്ങൾ സെപ്പറേറ്റ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയാം, യു നോ വോട്ട് ടു ഡു അല്ലേ. ഒന്നെങ്കിൽ ആപ്പ് വഴി അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി കയറിയിട്ട് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റ് Adda247 Malayalam എന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് 2023 കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് ഇതെല്ലാം കിട്ടും. കോഡ് മറക്കണ്ട കേട്ടോ, Y314 ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. Y314. ഓക്കെ, സോ വേർഡ്സ്, synonyms, antonyms. ഡിമാർക്കേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഡിലിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൗണ്ടറി മാർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഡിമാർക്കേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷനാണ്. ഇതെൻ്റെ ഇത് നിൻ്റെ, സെപ്പറേറ്റ് ചെയ്യണം നമ്മൾ. വേണ്ട നമുക്കൊരു സെപ്പറേഷൻ മതി. യുണൈറ്റഡ് ആയിട്ട് പോകണ്ട, ഒരുമിച്ച് പോകണ്ട, രണ്ടുപേരും ഒരുമിച്ച് വേണ്ട ചെയ്യണ്ട. നിനക്കുള്ളത് നിനക്കും അല്ലേ, സീസണുള്ള സീസണിനും ദൈവത്തിനുള്ള ദൈവത്തിനും. അതാണ് ഡിമാർക്കേഷൻ. ഡിമാർക്കേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ, ഡിസ്റ്റിങ്ഷൻ, വ്യത്യാസം, ഡിവിഷൻ. അതിനാണ് ഡിമാർക്കേഷൻ എന്ന് പറയാം. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഓഫ് കോഴ്സ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ യൂണിറ്റി എന്ന് പറയാം. ഒരു കൺഫ്യൂഷൻ, എവിടെ എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഡിമാർക്കേഷൻ്റെ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വാക്ക് ഒരുപാട് തവണ ഉപയോഗിക്കുന്ന വാക്കാണ് കേട്ടോ, കൺഫ്യൂഷൻ അല്ലെങ്കിൽ യൂണിറ്റി. ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിമാർക്കേഷൻ. അടുത്ത വാക്ക് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത വേറി. നമ്മൾ വേറി എന്നുള്ള ഡിസ്കസ് ചെയ്തിരുന്നു. വേറി മറ്റേ വേറെ മറക്കണ്ട, WEARY വേറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൺഫ്യൂസിങ് വേർഡ്സിൽ വരുന്നതാണ്. ഈ വേറി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അർത്ഥം ടയേർഡ്, എക്സോസ്റ്റഡ് അല്ലേ. ഞാൻ എക്സോസ്റ്റഡ് ആണ് എന്ന് പറയില്ലേ, ടയേർഡ് ആണ്, എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വെരി ടയേർഡ്, അതാണ് എക്സോസ്റ്റഡ്. അപ്പോൾ ഓർത്ത് വെച്ചോണം, അതും അഡ്ജക്റ്റീവ് തന്നെയാണ്. സിമിലർ പ്രൊനൗൺസിയേഷനുള്ള ഹോമോഫോൺ ആണ് വേറി രണ്ടും. പക്ഷേ ഈ വേറി WARY വേറി എന്ന് പറഞ്ഞാൽ കോഷ്യസ്, അലേർട്ട് അല്ലേ, ചാരി, സർക്കംസ്പെക്ട്, കെയർഫുൾ. അതിനാണ് നമ്മൾ കോഷ്യസ് ആയിട്ടുള്ള, അലേർട്ട് ആയിട്ടുള്ളതാണ് വേറി, ടെൻഷനൊക്കെ അടിച്ച്. അതാണ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അൺവേറി, ഇൻഅറ്റൻറ്റീവ്, ഒട്ടും അറ്റൻറ്റീവ് അല്ലാത്ത, ശ്രദ്ധയില്ലാത്ത അല്ലേ, ഇൻഅറ്റൻറ്റീവ് ആയിട്ട്, കെയർലെസ് ആയിട്ടുള്ള. അതാണ് നമുക്ക് എന്താ പറയുക, വേറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് കെയർലെസ്, അതുപോലെ തന്നെ ഇൻഅറ്റൻറ്റീവ്, അതുപോലെ തന്നെ അൺവേറി എന്നൊക്കെ പറയാം, വേറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട്, ആന്റണി. അടുത്ത സ്റ്റാൻഡ് ഓഫ് നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്കാണ്. ഡെഡ് ലോക്ക്, സ്റ്റെയിൽമേറ്റ്, കുടുക്കാണ് അല്ലേ, അവിടെ നിന്നു, പെട്ടു, അതാണ് സ്റ്റാൻഡ് ഓഫ് എന്ന് പറയാം. ആ പെട്ട ഊരാ കുടുക്കിനാണ് നമ്മൾ സ്റ്റാൻഡ് ഓഫ് പറയാം. ഡെഡ് ലോക്ക്, സ്റ്റെയിൽമേറ്റ്, ഇംപാസെ, ടൈ. അതിനാണ് നമ്മൾ എന്താ പറയുക, ടൈ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും, അതിനെയാണ് നമ്മൾ എന്താ പറയുക, സ്റ്റാൻഡ് ഓഫ് എന്ന് പറയുക. ഓപ്പോസിറ്റ് അഗ്രിമെന്റ്, ഒരു തീരുമാനത്തിലെത്താം അല്ലെ, അഗ്രിമെന്റ്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ ഓർ ഡെവലപ്മെന്റ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡെവലപ്മെന്റ് സംഭവിച്ചു, ഒരു ബ്രേക്ക് ത്രൂ സംഭവിച്ചു, നമ്മൾ കുടുക്കിൽ നിൽക്കുകയല്ല, ഒരു ബ്രേക്ക് ത്രൂ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പറയാം, സ്റ്റാൻഡ് ഓഫിന്റെ ഓപ്പോസിറ്റ് പറയാം. പഠിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണേ. ഓക്കെ, COVID pandemic rolled back the economic sector. Yes, reverse the progress of the economic sector. He always roll back. Shiny subject verb agreement. He subject singular, verb singular. He always rolls back the negative comments of the people. I couldn't right the wrong, but I should make amends from my part. That's great. His parent gave a chance to. Parent singular alle. ഒരു parent അതായിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്. Gave a chance to right the wrong for doing work. Great. Synth is completely demarcated from India. Okay. Be wary of fraud calls from strangers. Great. He's worried for the demarcation of his parents. All right. He's worried for Allah. He's worried of something. I'm worried of this.
ഷൈനി ഐ എം വറിഡ് ഓഫ് യു എന്നൊക്കെ പറയില്ലേ, എനിക്ക് ഭയങ്കര നിന്നെ പറ്റി ഓർത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ട് എന്ന് പറയില്ലേ. അപ്പോൾ വറിൻ്റെ കൂടെ ഫിക്സ്ഡ് പ്രൊപ്പോസിഷൻ ഓഫ് ആണ് കേട്ടോ, ഷൈനി മറക്കണ്ട. ഐ എം വറിഡ് ഓഫ് യു എന്ന് പറയാം. ഐ എം വറിഡ് ഓഫ് ദിസ്, ഐ എം വറിഡ് ഓഫ് ദാറ്റ് എന്ന് പറയാം. ഫോർ കൊടുക്കല്ലേ, ഫിക്സ്ഡ് പ്രൊപ്പോസിഷൻ ആണ് ഓഫ്. ഓക്കെ, സോ നെക്സ്റ്റ് സെറ്റ് ആൻഡ് ദ ലാസ്റ്റ് സെറ്റ്, അക്യൂസൻസ്. അക്യൂസൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം കൺസെൻറ്റ്, അഗ്രിമെൻറ്റ്, അക്സെപ്റ്റൻസ്. നൗൺ ആണേ. അപ്പം അക്യൂസൻസ് ഓർത്തോണം, അക്യൂസൻസ് എന്നാണ് അർത്ഥം. അക്യൂസൻസ് എന്ന് പറഞ്ഞാൽ കൺസെൻറ്റ്, അഗ്രിമെൻറ്റ്, അക്സെപ്റ്റൻസ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് റിഫ്യൂസൽ അല്ലെങ്കിൽ ഡിനയൽ. ഫോമൽ വേർഡാണ് അക്യൂസൻസ്, ഫോമൽ വേർഡാണ്. അപ്പം അത് ഓർത്ത് വെച്ചോളാം. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് റിഫ്യൂസൽ ഡിനയൽ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റിഫിൽ. സ്റ്റിഫിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസം മുട്ടിക്കുക, സഫക്കേറ്റ് ചെയ്യുക, ചോക്ക് ചെയ്യുക, അതിന് പറയാം. അല്ലാതെ വേറെ ഒരിടത്തുകൊണ്ട് സപ്രസ് ചെയ്യുക. ശ്വാസം മുടിക്കുന്ന പോലെ തന്നെ നമ്മളൊരാളെ അടിച്ചമർത്തുന്നതന്നെ സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ സ്മോത്തർ ചെയ്യുക. സോ അതിൻ്റെ ആൻറ്റണിമാണ് റിവൈവ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ലെറ്റ് ഔട്ട്, വിട്ടേക്ക്, ഫ്രീ ആയിട്ട് വിടുക. ലെറ്റ് ഔട്ട് ചെയ്യുക, പുറത്തേക്ക് വിടുക, അതാണ് ലെറ്റ് ഔട്ട് ചെയ്യുക അല്ലേ. ഒരാളെ ഇങ്ങനെ നമ്മൾ സപ്രസ് പിടിച്ചു വെക്കുന്നതിന് ലെറ്റ് ഔട്ട് ചെയ്യുക, ഫ്രീ ആക്കുക എന്നർത്ഥം അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ് ഔട്ട് യുവർ ഫിയർ എന്നൊക്കെ പറയില്ലേ, ലെറ്റ് യുവർ ഫിയർ ഔട്ട് എന്നൊക്കെ പറയും. ആ സാധനം ലെറ്റ് ഹിം ഔട്ട് എന്നൊക്കെ പറയാം. ആ സാധനം സെയിം ലെറ്റ് ഔട്ട് ഓർത്ത് വെച്ചോണം കേട്ടോ. സോ സ്റ്റിഫിൽ എന്ന വാക്ക് സഫക്കേറ്റ്, ചോക്ക് അല്ലെങ്കിൽ സപ്രസ്, സ്മോത്തർ എന്നാണ്. ആൻറ്റണിമാണ് റിവൈവ്, ഇൻസ്പയർ ഓർ ലെറ്റ് ഔട്ട് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, യാ. I was in the standoff and my friend came to help me. That's great. The Israel-Palestine war came up as a standoff for many countries in the world, including India. Yes. Father trusts upon him to make amends due to mishap made by him in the school. Okay. Acquiescence of both parties is compulsory when you make a contract. Yes, it is important. രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യണം, എന്നാലത് മ്യൂച്വൽ ആയിട്ടുള്ള പോകുള്ളൂ അല്ലേ. യെസ്, ഇറ്റ് ഇസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുവാണ്. മറ്റ് സെൻറ്റൻസസ് എന്ത് ചെയ്യാം, കോമന്റ് സെക്ഷനിൽ എനിക്ക് അയച്ചു തരാം. സോ ദാറ്റ്സ് എൻഡ് ഓഫ് അവർ സെഷൻ. താങ്ക് യു സോ മച്ച്. മനസ്സിലായെന്ന് വിചാരിക്കണം. മനസ്സിലായെങ്കിൽ തംസ് അപ്പ് ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. കോമന്റ് സെക്ഷനിൽ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യുക, എറർ സ്പോട്ടിങ്ങിൻ്റെ. അതുപോലെ തന്നെ സജഷൻസോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സെൻറ്റൻസ് മേക്ക് ഫോം ചെയ്യുന്നവർ സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. നമ്മൾ ഇന്നലെ മിസ് ചെയ്ത AI-യുടെ ATCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് 6 മണിക്കാണ്. അപ്പോൾ അതുവരെ ടേക്ക് എ ബ്രേക്ക് ആൻഡ് എൻജോയ്. ബൈ.